ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങളത് കണ്ടതിന് ശേഷം ഇത് നമ്മുടെ ഹെൽത്ത് ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ആകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആന്റി ഏജിംഗ് എക്സ്പെർട്ടും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുമായിട്ടുള്ള US ടെക് ഓണ്ടർപ്രണർ ബ്രയൻ ജോൺസൺ ഇന്ത്യയെ വളരെ മോശമായിട്ടുള്ള എയർ പൊല്യൂഷനെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള ഇന്ത്യയിൽ വെറും 3 ദിവസം താമസിച്ചപ്പോൾ തന്നെ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു എന്നാണ് ബ്രയൻ ജോൺസൺ പറയുന്നത്. ഇതെന്റെ ഫ്രണ്ട് മഹേഷിന്റെ ഒരു കോണ്ടന്റ് ആണ്. ഇതിൽ അവൻ പറയാത്ത 2 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എയർ പൊല്യൂഷൻ, അതായത് വായു മലിനീകരണം, കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം. കാരണം റോഡിലുള്ള വണ്ടികളുടെ സ്മോക്കും അതുപോലെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സ്മോക്കും എല്ലാം നമ്മൾ നിരന്തരം ശ്വസിക്കുന്നതാണ്. പക്ഷെ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അതായത് വായുവിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി തരുന്ന മെഷർമെന്റ് ആണിത്. ഇതിൽ 2024 നവംബറിൽ ഡൽഹിയിലെ എയർ ക്വാളിറ്റി കാണിച്ചത് 450+ ആണ്. ഇത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. സാധാരണ 0 to 50 എല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു എയർ ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ ഇതിന് മുകളിലോട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ മോശമായിട്ട് തന്നെയാണ് ബാധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 2023 to 2024 വരെ ഡൽഹിയിൽ മാത്രം ലങ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം വന്ന് മരിച്ചവരുടെ എണ്ണം 8800+ ആണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതുപോലെ ഡൽഹിയിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം ബാധിച്ച് 10,000 കണക്കിന് ആളുകൾ ചികിത്സ തേടിയിട്ടുമുണ്ട്. ഇതിന്റെ വലിയ കാരണമായിട്ട് പറയുന്നത് എയർ പൊല്യൂഷൻ തന്നെയാണ്. ഇത് ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഒരുപാട് വലിയ സിറ്റീസിലെല്ലാം ഇതുപോലുള്ള എയർ പൊല്യൂഷന്റെ പ്രശ്നങ്ങളുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് പ്രോപ്പറായിട്ട് ഗവൺമെന്റ് എടുത്തിട്ടില്ലെങ്കിൽ വലിയൊരു ഹെൽത്ത് ക്രൈസിസിലേക്ക് തന്നെയാണ് ആളുകൾ പോവുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഐ ഹോപ്പ് ദിസ് വീഡിയോസ് ഇൻഫോർമേറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്.